ഭഗവത്ഗീതയില് ഒരു നല്ലൊരു സന്ദേശമായിട്ടാണ്. വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി സുനിശ്ചൈവ സ്വഭാഗേ ച പണ്ഡിതാ സമദർശിനഃ. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. വിദ്യാവിനയ സമ്പന്നൻ, വിദ്യ കൊണ്ടും വിനയം കൊണ്ടും സമ്പന്നനായിട്ട് ഒരു വ്യക്തിക്ക് ബ്രാഹ്മണേ ഗവിഹസ്തിനി, ഒരു ബ്രാഹ്മണനെ കണ്ടാലും ഒരു പശുവിനെ കണ്ടാലും ഒരു ആനയെ കണ്ടാലും ഒരേപോലെയാണ്. ശുനിശ്ചൈവ ശുഭാഗേക്ഷ, ഒരു എലിയെ കണ്ടാലും ഒരു നായാടിയെ കണ്ടാലും ഒരേപോലെയാണ്. പണ്ഡിതാ സമദർശിന, പാണ്ഡിത്യമുള്ളവർക്ക് വളരെ ഉജ്ജ്വലമായ ഒരു വീക്ഷണമാണുള്ളത്. സോഷ്യലിസത്തിന്റെ അവസാനത്തെ വാക്കാണ് ഇന്ന് വരെ നമ്മളെ പറഞ്ഞ് പറ്റിച്ച ആ സോഷ്യലിസത്തിന്റെ യഥാർത്ഥ വശമാണ് ഇപ്പോ ഭഗവത്ഗീതയില് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്. തുര്യാതീത അവധൂത ഉപനിഷത്തിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഈ തുര്യാതീതനായ ഒരു അവധൂത മഹർഷിക്ക് ഇത് തന്നെയാണ് അവസ്ഥ. അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവര് എന്നൊരു വിഭാഗം ആൾക്കാരില്ല, അല്ല വേണ്ടാത്തവര് എന്നൊരു വിഭാഗമില്ല, ശത്രുക്കൾ എന്നൊരു വിഭാഗമില്ല, മിത്രങ്ങൾ എന്നൊരു വിഭാഗമില്ല. ആരോടും എതിർപ്പില്ല, ആരോടും അട്രാക്ഷനും ഇല്ല, താൻ കഴിക്കുന്നതിനോടും അറ്റാച്ച്മെന്റ് ഇല്ല, അതേപോലെ ജീവിക്കുന്ന സ്ഥലത്തോടും അറ്റാച്ച്മെന്റ് ഇല്ല, ഒരു വിഷയത്തോടും അറ്റാച്ച്മെന്റും ഇല്ല, ഒരു വിഷയത്തോടും ഓവറായിട്ടുള്ള ഡിറ്റാച്ച്മെന്റും ഇല്ല. ഇയാളെയാണ് ഗുണാതീതൻ, ഗുണത്രയാതീതൻ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഈ അവധൂതനും അതേപോലെയാണ്. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു, തെറ്റായിട്ട് ഞാൻ പറയാണ്, അതേപോലെ എവിടെയെങ്കിലും ഉദ്ധരിച്ചേക്കരുത്, നാരായണത്വ ഭ്രാന്തൻ. അദ്ദേഹം ശരിക്കും ഭ്രാന്തനായിരുന്നില്ല. അദ്ദേഹം ഈ ലെവല് കഴിഞ്ഞ ആളാണ്. ഈ ലെവല് കഴിഞ്ഞ ആളാണ്. വളരെ ഗംഭീരായിട്ട് ഒന്നിനെ കുറിച്ചും ബോധറിയാതെ ശരിക്ക് കല്ലുകൾ ഉരുട്ടി മലമുകളിലേക്ക് കൊണ്ടുപോകുന്ന ഭ്രാന്തൻ എന്ന് പറയുമ്പോൾ ഒന്ന് കയ്യും കെട്ടി ആ കാഴ്ച നിങ്ങൾ കാണാണെന്ന് വിചാരിക്കാം. മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളുടെ വർത്ത്ലെസ്നെസ്, യൂസ്ലെസ്നെസ് അത് കാണിക്കാൻ എന്തെല്ലാം കാണിച്ച് ജീവിതം മുഴുവനും പരിശ്രമിച്ച് കുറെ സമ്പത്ത് ഉണ്ടാക്കി അവസാനം അതിൻ്റെ പേരിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കുടുംബകലഹം ഉണ്ടാക്കിയിട്ട് അവസാനം തീരാറാവുമ്പോൾ മരിക്കാറായി എന്നൊരു ഓർമ്മ വരുന്നൊരവസ്ഥ. അത് കഴിഞ്ഞ് പുറകോട്ട് നോക്കുമ്പോൾ എന്തിനാ ഇത്രയൊക്കെ ഉണ്ടാക്കിയത്, എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കി. വാശിയും പകയും വിദ്വേഷവും അസൂയയും വിശുമ്പും എല്ലാം മനസ്സിൽ നിറച്ചു വെക്കുമ്പോൾ നഷ്ടം നമുക്ക് മാത്രമാണെന്നറിയുന്ന ഒരു വലിയ സന്ദേശം നാരായണത്വ ഭ്രാന്തൻ നമ്മളോട് പറഞ്ഞത്. ആ കല്ല് ഉരുട്ടിയിട്ട് അവിടം വരെ കൊണ്ടുപോയിട്ട് നിങ്ങൾ നിൽക്കിയ എത്ര ദിവസങ്ങളുടെ ശ്രമമാണ് മുളയ്ക്കൊണ്ട് വേണം, എന്നിട്ടത് താഴത്തേക്ക് ഇടാൻ എത്ര മിനിറ്റ് വേണം, എത്ര സെക്കൻഡ് വേണം. ഈ ഒരു വീക്ഷണം ഉള്ള വ്യക്തികളുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ അങ്ങനത്തെ ഒരു വീക്ഷണം വേണമെന്ന് ഞാൻ പറയുന്നില്ല, വീക്ഷണമാവുന്നതിൽ തെറ്റില്ല. ആ ആചാരം വേണമെന്നില്ല, വീക്ഷണം ഉണ്ടാവുന്നത് നല്ലതാണ്. പക്ഷെ അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. തുര്യാതീത അവധൂത ഉപനിഷത്തിൽ we can directly say that, we can directly see that. ഒന്നിനോടും പരിധിക്കപ്പുറം അറ്റാച്ച്മെന്റ് ഇല്ലാത്ത അവസ്ഥ. ചില വ്യക്തികൾക്ക് ചിലപ്പോ അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മുടെ പഴയ പ്രധാനമന്ത്രി ന്യൂയോർക്കിലെ സ്ട്രീറ്റിലൂടെ നടന്നപ്പോൾ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല അത്ര. അദ്ദേഹം പറഞ്ഞു ഇതൊന്നൊരു പ്രശ്നമൊന്നുമല്ല എന്ന് വളരെ കൂളായിട്ട് നടന്നു. ഒരു രാജ്യത്തിലെ ഒരു പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്തിലെ റൂട്ടിൽ കൂടെ ഒരു സെക്യൂരിറ്റി ഇല്ലാതെ നടക്കാം. അപ്പൊ ഗുണത്രയം അതിൻ്റെ അതീതനാവാൻ സാധിക്കും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. അതേപോലെ അദ്ദേഹം എപ്പോഴും ആണ് എന്നർത്ഥമില്ല. അപ്പൊ ചില വ്യക്തികൾക്ക് അങ്ങനെ ആവാൻ ചില സമയത്ത് സാധിക്കും. എങ്ങനെ ഇതാവാൻ സാധിക്കാതെ മനസ്സിനകത്ത് നിറച്ചും ഒരു ഫീലിംഗ് ഉണ്ടാവും. എന്താ ഫീലിംഗ്? ഒന്നും ശാശ്വതമല്ല, സുഖവും ശാശ്വതമല്ല, സന്തോഷവും ശാശ്വതമല്ല, ദുഃഖവും ശാശ്വതമല്ല, ഉയർച്ചയും ശാശ്വതമല്ല, പേരും പ്രസിദ്ധിയും ഒന്നും ശാശ്വതമല്ല. ശരിക്കും ആലോചിച്ച് നോക്കുക, ഒരു PhD കിട്ടിയ വ്യക്തിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് 1.5 രൂപയുടെ ഒരു പേപ്പർ അയാളുടെ കയ്യിൽ PhD സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ അയാൾ. ഇത്രയും മഹാസാഗരം മാതിരി അറിവുള്ള ഒരു ലോകത്തില് ഈ PhD കിട്ടിയവന്റെ അറിവ് എത്രയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കാം. ഇത്രയും വലിയൊരു പ്രപഞ്ചത്തില് ഇത്രയും ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഗാലക്സികൾ ഉള്ള ഒരു പ്രപഞ്ചത്തില് ഒരു
ഗാലക്സിക്കകത്ത് മില്യൺസ് ഓഫ് സോളാർ സിസ്റ്റം ഉള്ളതിൽ ഒരു സോളാർ സിസ്റ്റത്തിന്റെ ഒരു ഗ്രഹമായ ഭൂമിയുടെ ഒരു ഉപഗ്രഹമായ ചന്ദ്രനിൽ ചെന്നിറങ്ങി വിചാരിക്കാം. അത് ചന്ദ്രനിൽ ചെന്നിറങ്ങിയത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ വലിയ കാര്യമാണെങ്കിലും ഈ പ്രപഞ്ചത്തിന്റെ ഘടനയുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ചന്ദ്രനിൽ ചെന്നിറങ്ങിയതിന്റെ മഹത്വം എത്രയുണ്ടെന്ന് മനസ്സിലാവാൻ സാധിക്കും. അതായത് ബ്രഹ്മാണ്ടത്തിൽ നിന്ന് പിണ്ടാണ്ടത്തിലേക്ക് വരിക. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് പിണ്ടാണ്ടത്തിൽ നിന്ന് ബ്രഹ്മാണ്ടത്തിലേക്ക് പോകുന്നതിന്റെ സ്റ്റെപ്പായിട്ടാണ് പലരും പറയാറുള്ളത്. ഇത്രയും വലിയ അനന്തമായിട്ടുള്ള ഈ പ്രപഞ്ചത്തില് ഒരു ചെറിയ മൂവ്മെന്റാണ് നമ്മൾ നടത്തിയിരിക്കുന്നത് എന്നറിയുമ്പോഴാണ് വളരെയധികം ലാളിത്യം നമുക്കുണ്ടാവും, വളരെയധികം സിംപ്ലിസിറ്റി നമുക്കുണ്ടാവും, വളരെയധികം നല്ല വീക്ഷണങ്ങൾ നമുക്കുണ്ടാവും. ഇത് ഒരു അവധൂതന്റെ ലക്ഷണമാണ്. ഒരു അവധൂതന്റെ ലക്ഷണം. ഇന്നലെ അതിപ്രഗത്ഭനായ ഒരു സംസ്കൃത പ്രൊഫസർക്ക് സ്വീകരണം കൊടുത്ത സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ എന്തെല്ലാം ചെയ്തോ അതെല്ലാം എൻ്റെ ഗുരുക്കന്മാർക്ക് കാണാനും അവരുടെ കർമ്മമണ്ഡലത്തിന്റെ ഭാഗമായിട്ടാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു വീക്ഷണം ഉണ്ടാവുക ഒരു അവധൂതന്റെ വീക്ഷണമാണ്. തുര്യാതീത അവധൂതോപനിഷത്ത്. ഭഗവത്ഗീതയിൽ പറയുന്ന വരികൾ നിങ്ങൾക്ക് ബൈഹാർട്ടാക്കാൻ സാധിച്ചാൽ നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവനായിക്കൊള്ളട്ടെ, നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ഹേ ജഗദീശ്വര, ഞാൻ അങ്ങയുടെ കയ്യിൽ ഒരു ഉപകരണം മാത്രമാണ്. ജനനം മുതൽക്ക് മരണം വരെയുള്ള ഈ ഡ്രാമ അല്ലെങ്കിൽ നാടകത്തില് ഞാൻ എൻ്റെ കർത്തവ്യം ചെയ്യുന്നു. അതിനപ്പുറം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എല്ലാ നന്മകളും നിന്റെ കാലിലേക്ക്, ഞാൻ ചെയ്ത തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് നിന്റെ കാലിലേക്ക് എന്ന് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ. അതാണ് തുര്യാതീത അവധൂത ഉപനിഷത്തിലെ വിവരണങ്ങൾ. നിറഞ്ഞ ഹൃദയത്തോടു കൂടി